ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഒന്നും തന്നെ പറയാനില്ല. ഒറ്റ പഴഞ്ചൊല്ലിൽ അവസാനിപ്പിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. കൈ നനയാതെ മീൻ പിടിക്കാന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ മെയിൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഹോം ബേക്കറാണ്. ആളാണ് ഈ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. എൻ്റെ പ്രൊഫൈലിൽ നിന്ന് ഒരു വീഡിയോ എടുത്തിട്ട് അത് വേറൊരു പ്രൊഫൈലിൽ അവരുടെ വോയിസ് ഓവർ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നു. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അവർക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു നോക്കി. അവർ പറഞ്ഞതുപോലെ കമൻറ്റ് ഇട്ട് നോക്കി. എന്നിട്ടൊന്നും ഇവരെനിക്ക് റിപ്ലൈ തരാതെ വന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാനിവിടെ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയത്. നമ്മുടെ പേജിൽ അത്യാവശ്യം റീച്ച് കൊണ്ടുവന്ന ഒരു വീഡിയോ തന്നെയാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കാണുമ്പോൾ കുറച്ച് പേരെങ്കിലും തെറ്റിദ്ധരിക്കാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം ഞാൻ ഓൺലൈനായിട്ട് ഒരു ജോബ് വേക്കൻസി ഒക്കെ അന്വേഷിക്കുമ്പോൾ ഏറ്റവും വലിയ ക്വസ്റ്റൻ അത് ജെന്യൂൻ പ്ലാറ്റ്ഫോം ആണോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഗവൺമെന്റ് രജിസ്റ്റർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്താം. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് എന്റെ ടീമിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. നിങ്ങൾക്ക് മന്ത്ലി 15,000 രൂപ മുതൽ ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ഉണ്ട്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയാം, അത്യാവശ്യം മലയാളത്തിൽ സംസാരിക്കാൻ അറിയാമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് മുൻ പ്രവൃത്തി വെച്ചിട്ട് ആവശ്യമൊന്നുമില്ല. അതുപോലെ വിദ്യാഭ്യാസ യോഗ്യത ബാധകമല്ല. അപ്പോൾ ഡീറ്റെയിൽസ് താല്പര്യമുള്ള ഈ വീഡിയോ താഴെ യെസ് എന്ന് കമന്റ് ചെയ്തോളൂ. അതുപോലെ ഫർദർ അപ്ഡേറ്റ്സ് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ വാട്സ്ആപ്പിൽ ഡീറ്റെയിൽസ് ഒക്കെ പേഴ്സണൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ആ പറഞ്ഞത് വളരെ ശരിയാ. മറ്റൊരാളുടെ പ്രൊഫൈലിൽ കയറി അവരുടെ വീഡിയോ എടുത്ത് അവരുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങളുടെ വോയിസ് ഓവർ കൊടുത്ത് അപ്ലോഡ് ചെയ്യുന്നതിന് എന്തിനാ മുൻ പ്രവൃത്തി പരിചയം? ഇവരത് കാണിച്ചു തരുമല്ലോ. ആ ഒരു വീഡിയോ നിങ്ങളുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പണി തീർന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരോട് ഒന്നേ പറയാനുള്ളൂ, മേലാണെങ്കിൽ പണി ചെയ്ത് ജീവിക്കുക, അതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കുക. അല്ലാതെ ഇവരോടൊന്നും കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.